ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് തമിഴിൽ ഈ റീസെൻ്റായി റിലീസായ തടയം എന്ന വെബ് സീരീസിന്റെ കഥയാണ്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും തുടരെ തുടരെ നടക്കുന്ന കൊലപാതകങ്ങൾ, കൊന്നതിനു ശേഷം മൃതശരീരത്തിൽ നിന്നും താലിമാല മാത്രം എടുക്കുന്ന കൊലയാളി, ഈ കേസിൽ ഉൾപ്പെടുന്ന ഹീറോ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, കൊലയാളിക്ക് കൊലയ്ക്ക് ശേഷം വീടുകളിലെ ചുമരിൽ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക്, ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പിന്നിൽ എന്തായിരുന്നു? എനിവേ, കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരാളെ കൊല്ലാനായി കുറെ ഗുണ്ടകൾ ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. രക്ഷപ്പെടാനായി ഓടുന്ന അയാൾ ഒരു പോലീസ് ജീപ്പിന്റെ മുന്നിൽ പെടുന്നു. അതിൽ നിന്നിറങ്ങിയ ആന്ധ്രാപ്രദേശ് DSPയെ കണ്ട് രക്ഷപ്പെട്ടെന്ന് അയാൾ കരുതുമെങ്കിലും ആക്ച്വലി ഈ DSP അയാളെ ആ ഗുണ്ടകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അവിടെ സീൻ കട്ട് ചെയ്ത് 4 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡറിലുള്ള തമിഴ്നാട്ടിലെ ഒരു ചെറിയ പ്രദേശം കാണിക്കുന്നു. രാവിലെ അവിടെയുള്ളൊരു വീട്ടിലേക്ക് ആരുമായി ഒരു പാൽക്കാരൻ വരുന്നു. വിളിച്ചിട്ട് ആരും വാതിൽ തുറക്കാത്തതിനാൽ അയാൾ പുറകിലെ വാതിലൂടെ വീടിനകത്തേക്ക് നോക്കുമ്പോൾ അതിദാരുണമായി 2 പേർ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുക. അയാൾ ഉടനെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയും ചെയ്യും. ഇവിടെ സീൻ കട്ട് ചെയ്ത് ഈ കഥയിലെ ഹീറോ അതിമാനെ കാണിക്കും. ആളൊരു SI ആണ്. എന്ന സ്റ്റേഷനിൽ കയറാതെ സ്റ്റേഷൻ അടുത്തുള്ള ടീ ഷോപ്പിലാണ് അതിമാൻ എപ്പോഴും ഉണ്ടാകുക. കൊലപാതകം നടന്ന സ്പോട്ടിലേക്ക് പോകാനായി ഒരു കോൺസ്റ്റബിൾ വന്ന് അതിമാനെ വിളിക്കുന്നുണ്ട്. ഈ ചായ കുടിച്ചിട്ട് വരാമെന്ന് അതിമാൻ പറയുമ്പോൾ സർ ഉടനെ നമുക്ക് സ്പോട്ടിൽ എത്തണമെന്ന് അയാൾ പറയുന്നു. എന്താ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ചത്തവരെ എഴുന്നേറ്റ് പോകുമോ, ഒരു ചായ കൂടി കുടിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അതിമാൻ മർഡർ സ്പോട്ടിലേക്ക് പോകുന്നത്. കേസൊന്നും അന്വേഷിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു അതിമാന്റെ ബിഹേവിയർ. അതിമാൻ മർഡർ സ്പോട്ടിലേക്ക് പോയതിനു ശേഷമാണ് ലക്ഷ്മി ഇൻസ്പെക്ടറായി അവിടെ ജോയിൻ ചെയ്യാൻ എത്തുക. അച്ഛന്റെ ജോലിയായിരുന്നു ലക്ഷ്മിക്ക് ലഭിച്ചത്. ലക്ഷ്മിയുടെ ആയതിനാൽ DSPയും സ്റ്റേഷനിലെത്തുന്നുണ്ട്. എല്ലാവരെ കുറിച്ച് ലക്ഷ്മിക്ക് ഇൻട്രൊഡ്യൂസ് നൽകിയതിനു ശേഷം അതിമാനെ കുറിച്ച് DSP അവളോട് പറയുന്നുണ്ട്. ഒരു പണിയും ചെയ്യാതെ അയാൾ എപ്പോഴും തൊട്ടടുത്തുള്ള ടീ ഷോപ്പിൽ തന്നെയാണ്. ഇതുവരെയും ഒരു കേസ് പോലും നേരവണ്ണം അറ്റൻഡ് ചെയ്തിട്ടില്ലെന്നും അതിമാൻ SI ആയി വന്നതിന് ശേഷമാണ് ഞാനിവിടെ SI ആയി ജോയിൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ DSP ആണ്. പക്ഷെ അതിമാൻ ഇപ്പോഴും ഒരു SI തന്നെയാണെന്നും യൂസ്ലെസ് ആണെന്നും DSP പറയും. എങ്കിൽ അങ്ങനെയുള്ളവരെ പറഞ്ഞു വിടണമെന്ന് ലക്ഷ്മി പറയുമ്പോൾ ഓൾറെഡി VRs കൊടുത്തിട്ടുണ്ട്. ഇനി 1 മാസം കൂടിയേ അയാൾ ഇവിടെ കാണുകയുള്ളൂ എന്നും DSP പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് അതിമാൻ മർഡർ സ്പോട്ടിൽ നിന്നും എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് തിരയുന്നുണ്ട്. ഇങ്ങനെയാകാം അങ്ങനെയാകാം മർഡർ നടന്നത് എന്നൊക്കെയുള്ള അതിമാന സംശയം ഒറ്റയ്ക്ക് സംസാരിക്കുകയും മർഡർ നടന്ന രീതി ഡെമോ ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫോറൻസിക്കിന് അവിടെ നിന്നും ഒരു തെളിവ് പോലും ലഭിക്കില്ല. ഒരു ഫിംഗർ പ്രിന്റ് പോലും ഇല്ലാതെ കില്ലേഴ്സ് അവിടെ നന്നായി ക്ലീൻ ചെയ്തിരുന്നു. എന്നാൽ അതിമാന അവിടെ നിന്നും ആരോ വലിച്ചിട്ട് ഉപേക്ഷിച്ച ഒരു ബീഡി കിട്ടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അതിമാൻ തിരിച്ച് സ്റ്റേഷനിലെത്തുന്നു. തന്റെ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ ഒരു ലേഡി നേരത്തെ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് നൽകിയിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ലെന്ന് ആ ലേഡി ലക്ഷ്മിയോട് പറയുന്നു. ഇത് കേട്ട് ലക്ഷ്മി അതിമാനെ വിളിപ്പിച്ച് മകനെ കാണാനില്ലെന്ന് അവർ കംപ്ലൈന്റ് നൽകിയിട്ടും എന്താണ് അന്വേഷിക്കാത്തതെന്ന് ചോദിക്കും. ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ ആളെ അതിമാൻ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളാണ് നിങ്ങളുടെ മകനെ കടത്തിക്കൊണ്ട് പോയത് അതിമാൻ പറയുമ്പോൾ ആ ലേഡി അത് വിശ്വസിക്കാതെ ഇതിന്റെ പുറകിൽ എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറയും. ആ ലേഡി അയാളുമായി അഫെയറിലായിരുന്നു. കുട്ടിയെ മറച്ചുവെച്ച് ഹസ്ബൻഡിനെ പ്രതി ചേർത്ത് അകത്താക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ഇത് അതിമാൻ കൈയോടെ പിടിക്കുന്നു. ഇതൊക്കെ കാണുന്ന രശ്മിക്ക് അതിമാൻ അത്ര യൂസ്ലെസ് ആയ ആളല്ലെന്ന് മനസ്സിലാകും. ലക്ഷ്മിയുടെ മാരേജ് ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നു. കല്യാണത്തിനായുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായി അവർ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത മർഡർ നടന്നിട്ടുണ്ടെന്ന് കറുപ്പെന്ന കോൺസ്റ്റബിൾ വന്ന് പറയുക. സോ ഉടനെ ലക്ഷ്മിയും സ്പോട്ടിലെത്തും. ആ വീട്ടിലും ഒരു ഹസ്ബൻഡും വൈഫുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. താലിച്ചെയിൻ വലിച്ചു പൊട്ടിച്ചെടുത്ത പാടുകൾ ആ സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ലക്ഷ്മി നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അതിമാൻ പുറത്ത് സ്വയം തലയിലടിച്ച് സ്വയം സംസാരിക്കുന്നത് ലക്ഷ്മി കാണും. ഇയാളെന്താ ഇങ്ങനെയെന്ന് ലക്ഷ്മി ചിന്തിക്കുന്നു. തിരിച്ച് സ്റ്റേഷനിലെത്തി ഈ മർഡറിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നതെന്ന് ലക്ഷ്മി അവരോട് ചോദിക്കും. മാഡം, മേ ബി ഇത് കവർച്ചയ്ക്കുള്ളിൽ സംഭവിച്ച കൊലപാതകമാകാമെന്നും തടയാൻ ശ്രമിച്ചവരെ അടിച്ചു കൊന്നതാകാമെന്നുമാണ് മറ്റു പോലീസുകാർ പറയുക. എന്നാൽ ഇതൊക്കെ കേട്ട് അതിമാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിമാൻ ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ എന്താണ് ഒരഭിപ്രായവും പറയാത്തതെന്നും എപ്പോഴും ടീക്കടയിലിരിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ റിപ്ലൈ ഇല്ല, ഒരു സീനിയർ ഓഫീസറിനെ സല്യൂട്ട് ചെയ്യില്ല, മർഡർ സ്പോട്ടിൽ പോയാൽ സ്പോട്ട് അനലൈസ് ചെയ്യാതെ സ്വയം തലയിലടിക്കുന്നു, സ്വയം സംസാരിക്കുന്നു, VRSന് അപ്ലൈ നൽകിയത് നിങ്ങൾ തന്നെയല്ലേ, ജോലി നിർത്തി വീട്ടിലിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാനും ജോലി ചെയ്യുന്നവരെ കളിയാക്കി ചിരിക്കരുതെന്നും ലക്ഷ്മി പറയും. ഇതൊക്കെ കേട്ടിട്ട് റിപ്ലൈ ഒന്നും പറയാതെ അതിമാൻ അവിടെ നിന്നും പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് ലക്ഷ്മി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതിമാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് കാണുന്നത്. മാഡം, നിങ്ങൾ രാവിലെ അങ്ങനെ അതിമാനോട് പറയരുതായിരുന്നെന്നും ഞാനും അതിമാനും വാച്ച്മേറ്റ് ആയിരുന്നെന്നും കറുപ്പ് പറയും. ഇത്രയും ബുദ്ധിശാലിയായ ഒരു പോലീസുകാരൻ ഉണ്ടാകില്ല. എന്നാൽ എല്ലാവരും അതിമാനെ യൂസ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ DSP പോലും അതിമാൻ തെളിയിച്ച കേസുകളുടെ ക്രെഡിറ്റ് എടുത്താണ് DSP വരെ ആയത്
ചെയ്തെന്നും കറുപ്പ് പറയും. തന്നെ എല്ലാവരും യൂസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയാണ് അതിമാൻ VRSന് അപ്ലൈ ചെയ്തതും ജോലി നിർത്താൻ തീരുമാനിച്ചതെന്നും കറുപ്പ് പറയും. അതിമാനെ പോലുള്ള സ്പോട്ട് അനലൈസറിനെ മാഡം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ലെന്നും കറുപ്പ് പറയുന്നുണ്ട്. DSP സ്റ്റേഷനിലെത്തി 4 കൊലപാതകങ്ങൾ നടന്നിട്ടും ഇതുവരെയും ഒരു എവിഡൻസ് പോലും ലഭിച്ചിട്ടില്ല. നിങ്ങളിവിടെ എന്തെടുക്കുകയാണെന്നും വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഈ കേസിനായി ലക്ഷ്മി അടങ്ങുന്ന ടീമിനെ DSP തയ്യാറാക്കും. ആ ടീമിൽ അതിമാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ടീമിൽ അതിമാൻ വേണം ലക്ഷ്മി പറയുമ്പോൾ DSPക്ക് അതിമാനെ ടീമിൽ ചേർക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ലെങ്കിലും ലക്ഷ്മിയുടെ വാക്ക് മാനിച്ച് അതിമാനെ ടീമിൽ ചേർക്കുന്നു. ഈ നടന്ന മർഡറുകളിൽ അതിമാൻ അനലൈസ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഈ വീടുകളിലൊന്നും കൊലയാളികൾ കവർച്ചയ്ക്കായി കയറിയതല്ലെന്നും കൊലപാതകം നടന്നിടത്തെല്ലാം രക്തത്താൽ ഒരു ചോദ്യചിഹ്നം കൊലയാളികൾ വരച്ചു വെച്ചിരുന്നു. കൊലയാളി ഒരാളാകാൻ ചാൻസ് ഇല്ല, 2 പേരുണ്ടാകാം. അതിലൊരാൾ ഇടങ്കയ്യനാണെന്നും അതിമാൻ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് സൂര്യനാരായണൻ, രവിശങ്കർ എന്ന 2 പേരെ കാണിക്കും. ഇതിൽ സൂര്യനാരായണൻ ഒരു ഇടങ്കയ്യനാണ്. ഇടയ്ക്കിടെ പല പെറ്റി കേസുകളിലും ഇവർ ജയിലിലാകാറുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ ആന്ധ്രാപ്രദേശാണ് കാണിക്കുക. അവിടുത്തെ MLAയും DSPയും തമ്മിൽ സംസാരിക്കുന്നു. ഈ MLAയുടെ മകൻ ആ ഗ്രാമത്തിലെ കൗൺസിലറുമായി ചില പ്രശ്നങ്ങളിലായിരുന്നു. സോ MLAയുടെ മകൻ അവന്റെ ഗുണ്ടകളെ കൊണ്ട് കൗൺസിലറിനെ കൊല്ലിക്കുന്നുണ്ട്. ഇതായിരുന്നു ഈ സീരീസിന് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. ആ കേസിൽ തന്റെ മകൻ പെടാതിരിക്കാൻ ഈ കൊലപാതകം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ MLA ആന്ധ്രാപ്രദേശ് DSPയോട് പറയുന്നു. ഇടയ്ക്കിടെ ചില പെറ്റി കേസുകളിൽ അകത്താക്കുന്ന സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും മേൽ ഈ കൊലപാതക കുറ്റം ചുമത്തി DSP അവരെ അറസ്റ്റ് ചെയ്യും. ഈ കേസ് തങ്ങളാണ് ചെയ്തത് അവർ സമ്മതിച്ചു കൊടുക്കില്ല. ഈ കാരണത്താൽ DSP അവരുടെ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും സ്റ്റേഷനിലെത്തിച്ച് അവരുടെ മുൻപിലിട്ട് അതിക്രൂരമായി അടിക്കുന്നു. അവരുടെ അമ്മയുടെ താലിച്ചരട് അവർ പൊട്ടിച്ചെടുക്കും. ബ്രൂട്ടലി അവരെ ആ പോലീസുകാരെല്ലാവരും കൂടി പീഡിപ്പിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താനായി സൂര്യനാരായണനും രവിശങ്കറും ഈ കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുക്കുകയും ജയിലിലാകുകയും ചെയ്യും. എന്നാൽ ഈ അപമാനത്തെ തുടർന്ന് അവരുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും. ഇത് നേരിൽ കാണുന്ന അവരുടെ സഹോദരിയുടെ മാനസിക നില തന്നെ തെറ്റുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് സ്പോട്ട് അനലൈസ് ചെയ്യുന്നതിനിടയിൽ എന്തിനാണ് സ്വയം തലയിലടിക്കുന്നതെന്നും സ്വയം സംസാരിക്കുന്നതെന്നും ലക്ഷ്മി അതിമാനോട് ചോദിക്കുന്നുണ്ട്. മർഡർ നടന്നെടുത്ത ഒരു ഫുട് പ്രിന്റ് അതിമാൻ കണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് മറ്റൊരു പോലീസുകാരൻ ആ ഫുട് പ്രിന്റിൽ ചവിട്ടി ആ എവിഡൻസ് നശിപ്പിച്ചു കളയും. അയാളെ ചീത്ത പറയുന്നതായിരുന്നു ലക്ഷ്മി കണ്ടതെന്നും അതിമാൻ പറയുന്നു. ഈ സമയം ഈ കൊലപാതകങ്ങൾ നടത്തുന്ന സൂര്യനാരായണനെയും രവിശങ്കറിനെയും കാണിക്കുന്നുണ്ട്. ഇവരുള്ളത് ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലാണ്. ഇവർ കൊലപാതകങ്ങൾ നടത്തുന്നത് തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു. മർഡർ നടന്ന വീടിന്റെ പരിസരത്തൊക്കെയും ലക്ഷ്മിയും അതിമാനും എവിഡൻസിനായി തിരയുന്നുണ്ട്. പരിചയമില്ലാത്ത ആരെയെങ്കിലും കണ്ടിരുന്നോ, ശബ്ദങ്ങൾ എന്തെങ്കിലും കേട്ടിരുന്നോ എന്നൊക്കെ അവർ നെയ്ബേഴ്സിനോടും അന്വേഷിക്കുന്നു. എന്നാൽ യാതൊരുവിധ തുമ്പും അവർക്ക് ലഭിക്കില്ല. എന്നാൽ അന്ന് നൈറ്റ് സ്റ്റേഷനിൽ ആരും വീട്ടിലില്ലായിരുന്ന സമയത്ത് തന്റെ വീട്ടിൽ കള്ളൻ കയറിയെന്നും ഉണ്ടായിരുന്ന ഗോൾഡും പണവും ഒക്കെ മോഷ്ടിച്ചെന്നും കംപ്ലൈന്റ് നൽകുന്നു. കവർച്ച നടന്ന വീട്ടിലേക്ക് അതിമാനാണ് പോകുക. അത് തമിഴ്നാടിനും ആന്ധ്രയ്ക്കും അതിർത്തിയിലുണ്ടായിരുന്ന വീടായിരുന്നു. അവിടെ നിന്നും അതിമാനം ഒരു വീഡിയോയുടെ കവർ കിട്ടുന്നുണ്ട്. അത് ആന്ധ്രാപ്രദേശിൽ വിൽക്കുന്ന വീഡിയായിരുന്നു. ഈ വീഡിയോ മർഡർ സ്പോട്ടിൽ നിന്നും കിട്ടിയ വീഡിയോയുമായി അതിമാൻ മാച്ച് ചെയ്യുമ്പോൾ അത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാകും. സോ കൊലയാളികൾ ആന്ധ്രാപ്രദേശിലുള്ളവരാണെന്ന് ഇതിലൂടെ അവർക്ക് മനസ്സിലാകുന്നു. ഈ സമയം ലക്ഷ്മിയുടെ വീട്ടിൽ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും അയാളുടെ അമ്മയും എത്തിയിരുന്നു. കല്യാണത്തിന് മുൻപായി ഈ ജോലി ഉപേക്ഷിക്കണമെന്നും വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു നല്ല മരുമക്കളെയാണ് തനിക്ക് വേണ്ടതെന്നും പയ്യന്റെ അമ്മ ലക്ഷ്മിയോടും ലക്ഷ്മിയുടെ അമ്മയോടും പറയുന്നുണ്ട്. എന്നാൽ ഇതെന്റെ അച്ഛന്റെ ജോലിയാണ് തനിക്ക് കിട്ടിയതെന്നും ഒന്നിനും വേണ്ടി ഇത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നും വേണം ലക്ഷ്മി പറയുക. ലക്ഷ്മി ഈ ജോലി ചെയ്യുന്നതിൽ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിലാണ് അതിമാൻ അവിടെ എത്തി കൊലയാളികൾ ആന്ധ്രാപ്രദേശിലുള്ളവരാകാൻ ചാൻസ് ഉണ്ടെന്നും നമുക്കുടനെ ആന്ധ്ര സ്റ്റേഷനിലെത്തി അന്വേഷിക്കണമെന്നും പറയുക. സോ ഉടനെ തന്നെ അവർ ആന്ധ്രാപ്രദേശിലെ പോലീസ് സ്റ്റേഷനിലെത്തി ആ സെയിം പാറ്റേണിൽ അവിടെ ഏതെങ്കിലും മർഡർ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നാൽ അവരെ ഷോക്ക്ഡാക്കി 72 പേരുടെ ഫയൽ SI അവർക്ക് നൽകുന്നു. ഈ സെയിം പാറ്റേണിൽ അവിടെ 72 കൊലപാതകങ്ങൾ നടന്നിരുന്നു. എന്നിട്ടും ആന്ധ്ര പോലീസിന് ആ കില്ലേഴ്സിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും മറ്റൊരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുന്നു. പുതിയ മർഡറിന്റെ ന്യൂസ് പേപ്പറിൽ കാണാത്തതിനാൽ അവർ മരിച്ചിട്ടില്ലേ എന്നൊരു സംശയം സൂര്യനാരായണനും രവിശങ്കറിനും ഉണ്ടാകുന്നു. സോ സ്പോട്ടിലേക്ക് പോയി നോക്കാൻ അവരും തീരുമാനിക്കും. അവർ അവിടെ എത്തുമ്പോൾ പോലീസുകൾ വീടിന് ചുറ്റും കൂടിയിരിക്കുന്നത് കാണുകയും അവർ ഉടനെ എസ്കേപ്പ് ആകുകയും ചെയ്യും. ഈ സമയം ആന്ധ്രയിലും ഒരു കൊലപാതകം നടക്കുന്നു. ആ സ്പോട്ടിലേക്ക് അതിമാൻ എത്തുന്നുണ്ട്. ആ കില്ലറിനെ പിടിച്ചെന്ന് ആന്ധ്ര പോലീസ് പ്രഖ്യാപിക്കും. എന്നാൽ അയാളെ കണ്ടയുടനെ ഈ സീരിയൽ കില്ലിംഗ് നടത്തിയാൽ ഇതല്ലെന്ന് അതിമാൻ ഉറപ്പിച്ചു പറയും. നിങ്ങൾ പറയുന്നത് പോലെ ലാസ്റ്റ് ആന്ധ്രയിൽ നടന്ന മർഡർ ചെയ്തത് ഇയാളാകാം. എന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതി ഇതല്ലെന്നും അതിമാൻ പറയുന്നു. കാരണം കൊന്നിരിക്കുന്ന പാറ്റേൺ, ചെയ്തിരിക്കുന്ന രീതി എല്ലാം വ്യത്യസ്തമായിരുന്നു.
ലക്ഷ്മി അവളുടെ അച്ഛന്റെ ഫ്രണ്ടിന് കോൾ ചെയ്യുന്നു. അയാൾ ആന്ധ്രയിലാണ് ഉള്ളത്. സോ ആന്ധ്രയിൽ കൊല്ലപ്പെട്ട ഒരു ഗ്രാമത്തലവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനാണ് ലക്ഷ്മി അദ്ദേഹത്തെ വിളിക്കുക. കാരണം ആ ഗ്രാമത്തലവന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഈ സീരിയൽ കില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചിട്ട് പറയാമെന്ന് അയാൾ ലക്ഷ്മിക്ക് ഉറപ്പ് നൽകുന്നു. കറുപ്പും അതിമാനും ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന വഴി കാർ ബ്രേക്ക് ഡൗൺ ആകും. ആരെങ്കിലും 2-3 പേർ തള്ളിയാൽ മാത്രമേ വണ്ടി മുന്നോട്ട് നീങ്ങുകയുള്ളെന്ന് അവർക്ക് മനസ്സിലാക്കും. സോ തൊട്ടടുത്ത് കാണുന്ന ഒരു വീട്ടിൽ ചെന്ന് ഹെൽപ്പ് ചോദിക്കാമെന്ന് അതിമാൻ പറയും. അങ്ങനെ അവർ ആ വീട്ടിലെത്തുമ്പോൾ അവിടെ ഒരു അമ്മയും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. ഇവരെ കാണുന്നതേ ആ പെൺകുട്ടിക്ക് ഫിക്സ് വരുന്നു. നിലത്ത് കിടന്ന് പിടയുന്ന അവളുടെ കയ്യിൽ താക്കോൽക്കൂട്ടം വെച്ചുകൊടുത്ത് അതിമാൻ അവളെ രക്ഷിക്കും. സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും വീടായിരുന്നു അത്. പോലീസുകാർ അവരെ ഉപദ്രവിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ നില ഈ രീതിയിലായിരുന്നു. പോലീസുകാരെ കാണുന്നത് തന്നെ അവൾക്ക് വലിയ പേടിയായിരുന്നു. എന്നാൽ വണ്ടി തള്ളാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് അന്നൊരു രാത്രി അവിടെ താമസിച്ചോളാൻ ആ അമ്മ അവരോട് പറയുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ സൂര്യനാരായണൻ രവിശങ്കറും വീട്ടിലെത്തുമ്പോൾ അതിമാനെ കാണുന്നു. ഉറപ്പായും തങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനാകാം അവർ വന്നതെന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതിമാന്റെ ബിഹേവിയറിലൂടെ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്ന് സൂര്യനാരായണൻ ഉറപ്പിക്കും. എന്നാലും ഇവര് കാരണം ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ അതിമാനെയും കറുപ്പിനെയും കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. തിരിച്ചു പോകാൻ തുടങ്ങുന്ന അതിമാനോട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അമ്മ പറയും. സോ ഫുഡൊക്കെ കഴിച്ച് അതിമാൻ കൈ കഴുകാൻ പോകുമ്പോൾ കമ്പിവടിയുമായി സൂര്യനാരായണൻ പുറകെ പോകും. കറുപ്പിനെ കൊല്ലാൻ രവിശങ്കറും തയ്യാറെടുക്കും. എന്നാൽ അതിമാൻ നിന്റെ പെങ്ങളെ ഇങ്ങനെ വീടിനുള്ളിൽ ഇരുത്താതെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, വൈകിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് അവളെ ആ ഡോക്ടറിനെ കാണിക്കാമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സൂര്യനാരായണന്റെ മനസ്സ് മാറി അതിമാനെ അറ്റാക്ക് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കും. കറുപ്പിനെയും അറ്റാക്ക് ചെയ്യേണ്ടെന്ന് സൂര്യനാരായണൻ രവിശങ്കറിന് സിഗ്നൽ നൽകും. സോ സേഫായി അതിമാനും കറുപ്പും അവിടെ നിന്നും പോകുന്നു. ലക്ഷ്മിയെ അവളുടെ അച്ഛന്റെ ഫ്രണ്ട് വിളിച്ച് എനിക്ക് ബാബു നഗറിൽ ഒരു ഇൻഫോമർ ഉണ്ട്, അത് ഗ്രാമത്തലവന്റെ ഫ്രണ്ടാണ്, നിനക്ക് ടൈം കിട്ടുമ്പോൾ നമുക്ക് അയാളെ മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്നും പറയുന്നുണ്ട്. അതിമാനാണ് അയാളോടൊപ്പം ആ ഇൻഫോമറെ കാണാൻ പോകുക. ആ കൗൺസിലറിനെ കൊന്നത് MLA-യുടെ മകനാണെന്നും ആ കേസ് 2 പേരുടെ തലയിൽ വെച്ച് കിട്ടുകയായിരുന്നെന്നും ആ ഇൻഫോമർ അതിമാനോട് പറയുന്നു. അവർക്കെതിരെ സാക്ഷി പറഞ്ഞവരിൽ ഒരാളാണ് ഗ്രാമത്തലവനെന്നും അയാൾ പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ലക്ഷ്മി ആ നാട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇന്ന് നൈറ്റ് നമ്മളെല്ലാവരും ആ കില്ലറിനെ അന്വേഷിക്കണം. ഇനി ഒരു മർഡർ നടക്കരുത്, നമ്മളെ താണ്ടി അവർ വരരുത്, അതിന് നമ്മൾ തന്നെ കാവൽ നിൽക്കണമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആ ആൾക്കൂട്ടത്തിനിടയിൽ സൂര്യനാരായണനും രവിശങ്കറും ഉണ്ട്. അന്ന് നൈറ്റ് എല്ലാവരും ആ കില്ലറിനെ തപ്പിയിറങ്ങും. എന്നാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമുണ്ടായിരുന്ന ഒരു വീട് കണ്ടെത്തി സൂര്യനാരായണനും രവിശങ്കറും ആ വീട്ടിൽ കയറുന്നു. അവർ ഹസ്ബൻഡിനെയും വൈഫിനെയും അവിടെ വെച്ച് തന്നെ അടിച്ചു കൊല്ലുന്നു. ആ കൊലപാതകത്തിനെ കുറിച്ച് അറിഞ്ഞ് ലക്ഷ്മിയും അതിമാനും സ്പോട്ടിലെത്തും. എന്നാൽ അവിടെ വൈഫിന്റെ ഡെഡ് ബോഡി മിസ്സിംഗ് ആണെന്ന് അവർ മനസ്സിലാക്കും. ആ കില്ലർ അധിക ദൂരം പോകാൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ നാട്ടുകാരും പോലീസും ആ പരിസരത്ത് മുഴുവനായും തിരയാൻ തുടങ്ങും. ആ തിരച്ചിലിനിടയിൽ ഒരു പാടത്തിന് നടുവിൽ ആ സ്ത്രീയെ മരത്തൂണിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് അവർ കാണും. ആ സ്ത്രീ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി എല്ലാവരും കൂടി അവരെ ഹോസ്പിറ്റലിലാക്കുന്നു. ഇത്രയും കൊലപാതകത്തിനിടയിൽ ആദ്യമായി അവർക്ക് കില്ലറിന്റെ ഫിംഗർ പ്രിന്റും ഈ കേസിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് അതിമാൻ അന്വേഷിക്കാൻ തുടങ്ങും. ആ കൗൺസിലറിന്റെ മരണത്തിന് ശേഷം ആ കേസിൽ ജയിലിലായ സൂര്യനാരായണൻ രവിശങ്കറും ജയിൽ മോചിതരായതിനു ശേഷമാണ് ഈ കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ ആരംഭിച്ചിരിക്കുന്നതെന്ന് അതിമാനും മനസ്സിലാകുന്നു. അവർക്കെതിരെ സാക്ഷി പറഞ്ഞവരും അല്ലാത്തവരുമായ 76 കൊലപാതകങ്ങൾ അവർ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് നടന്ന മർഡറിൽ ആ സ്ത്രീയെ അവർ വാണ്ടഡായി തന്നെയാണ് കൊല്ലാതിരുന്നത്. ആ സ്ത്രീയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ലക്ഷ്മി ചോദിച്ചറിയും. രാത്രി 2 പേർ കടന്നു കയറി തങ്ങളെ ആക്രമിക്കുകയായിരുന്നെന്നും പിടിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ പിടിക്കാൻ പോലീസിനോട് പറഞ്ഞേക്കാൻ അവർ എന്നോട് പറഞ്ഞെന്നും അതിനാലാണ് പാതി ജീവനിൽ എന്നെ വിട്ടതെന്നും ആ സ്ത്രീ പറയും. അവർക്ക് കിട്ടിയ ഫിംഗർ പ്രിന്റ് ആന്ധ്രയിലെ ഏതെങ്കിലും പ്രതികളുടെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ആകുമോ എന്നറിയാൻ ലക്ഷ്മി ആന്ധ്രയിലേക്ക് പോകുന്നു. ആ സമയം കോഴിയെ കട്ട കേസിൽ സൂര്യനാരായണനും രവിശങ്കറും അവിടുത്തെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അവരെ കണ്ട കറുപ്പ് അവരോട് സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു ഡേ നൈറ്റ് അതിമാനും കറുപ്പും അവരുടെ വീട്ടിൽ കിടന്ന ഫുഡൊക്കെ കഴിച്ചതിന്റെ പരിചയത്തിൽ, സാർ കോഴിയെ പിടിച്ച കേസിലാണ് പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, സാർ ഒന്ന് SI-യോട് സംസാരിക്കാൻ സൂര്യനാരായണൻ കറുപ്പിനോട് പറയുന്നുണ്ട്. സാർ ഇവർ പാവം പിള്ളേരാണ്, ഒരു കോഴിയുടെ കേസല്ലേ, ഇനി ഇവർ ഇത് ചെയ്യില്ല, റിലീസ് ചെയ്യാനും കറുപ്പ് പറയുന്നതിനാൽ ആന്ധ്ര SI അവരെ റിലീസ് ചെയ്യും. അവർ പോകുന്നതിന് മുൻപായി അവരുടെ ഫിംഗർ പ്രിന്റ് പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യാൻ എത്തുന്നയാൾ അവിടെ നടന്നിരിക്കുന്ന എല്ലാ കേസിലെയും ഫിംഗർ പ്രിന്റ് വെച്ച് ഒത്തുനോക്കാൻ തുടങ്ങുന്നു. അതിമാനാണെങ്കിൽ കൗൺസിലറിന്റെ കേസിലെ പ്രതിയായ സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും ഡീറ്റെയിൽസ് തപ്പിയെടുക്കുന്നു. അതിമാന് ആ കേസ് ഫയലിൽ നിന്നും പ്രതികളായ സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും ഫോട്ടോ ലഭിക്കും. അറ്റ് ദ സെയിം ടൈം അവിടെ നിന്നും കോഴിക്കളവ് കേസിൽ റിലീസായ സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും ഫിംഗർ പ്രിന്റുമായി ആ ഫിംഗർ പ്രിന്റ് മാച്ച് ആകുകയും ചെയ്യുന്നു. ഇത് അവർക്ക് വളരെ ഷോക്ക്ഡായ ന്യൂസ് ആയിരുന്നു. പ്രതികളുടെ ഡീറ്റെയിൽസ് കിട്ടിയ കാര്യം അതിമാൻ ലക്ഷ്മിയെ വിളിച്ചറിയിക്കുന്നു. അവരുടെ വീട് ഓൾറെഡി അതിമാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അതിമാനും ലക്ഷ്മിയും മറ്റു പോലീസുകാരും അവരുടെ വീട്ടിലെത്തും. എന്നാൽ അപ്പോഴേക്കും വീട് കാലിയാക്കി അവർ അവിടെ നിന്നും എസ്കേപ്പ് ആയിരുന്നു. ആന്ധ്ര പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു ഓഫീസർ ഈ ഡീറ്റെയിൽസ് എല്ലാം ആന്ധ്ര DSP-യോട് വിളിച്ചു പറയുന്നുണ്ട്. കാരണം ആന്ധ്ര DSP ആയിരുന്നല്ലോ സൂര്യനാരായണനെയും രവിശങ്കറിനെയും
മതിമായും കള്ളക്കേസ് കുലുക്കിയതും ഇതിനെല്ലാം തുടക്കമിട്ടതും. ഉടനെ ആന്ധ്ര DSP സ്റ്റേഷനിലെത്തി തമിഴ്നാട് പോലീസ് അവരെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പിടിക്കണമെന്ന് ഓർഡർ ഇടുന്നു. അവരെ പിടിക്കാനായി അതിമാൻ ഒരു പ്ലാൻ ഉണ്ടാക്കും. അതായത് DSPയോട് അവർക്ക് മുൻപകയുണ്ട്. കില്ലേഴ്സിനെ ഉടനെ പിടിക്കുമെന്ന് അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ പ്രസിനെ അറിയിക്കണമെന്ന് അതിമാൻ DSPയോട് പറയും. അങ്ങനെയെങ്കിൽ അടുത്തതായി അവർ എയിം ചെയ്യുക DSP ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് അവരെ പിടിക്കാമെന്നും അതിമാൻ പറയും. അതിമാൻ പറഞ്ഞതുപോലെ DSPയും പ്രസിനെ വിളിച്ചു വരുത്തി പ്രതികളെ പിടിക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സൂര്യനാരായണനും രവിശങ്കറും DSP പറയുന്നതൊക്കെ TV ന്യൂസിലൂടെ കാണുന്നു. ഇവനെ വിടരുത്, DSPയെ കൊല്ലണമെന്ന് അവർ തീരുമാനിക്കും. സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും സിസ്റ്ററിനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഉറപ്പായും അവർ സിസ്റ്ററിനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അതിമാൻ ഉറപ്പുണ്ടായിരുന്നു. രവിശങ്കർ DSPയെ കൊല്ലാനും സൂര്യനാരായണൻ ഹോസ്പിറ്റലിലെത്തി അവരുടെ സിസ്റ്ററുമായി രക്ഷപ്പെടാനും പുറപ്പെടുന്നു. DSPയെ കൊല്ലാൻ വരുന്ന രവിശങ്കറിനെ DSPയും ആന്ധ്ര പോലീസും പിടികൂടും. ഹോസ്പിറ്റലിലെത്തുന്ന സൂര്യനാരായണനെ ലക്ഷ്മിയും അതിമാനും കൂടി പിടികൂടുന്നു. ആന്ധ്രയിൽ വെച്ചാണ് രണ്ടുപേരും അറസ്റ്റിലാകുന്നത്. സൂര്യനാരായണൻ തമിഴ്നാട് പോലീസിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കി അവരെ അതിർത്തി കടക്കാൻ സമ്മതിക്കരുതെന്നും അവരെ ആന്ധ്രയിൽ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്ത് സൂര്യനാരായണനെ ആന്ധ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്നും DSP ആന്ധ്ര പോലീസുകാരോട് സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട്. സോ സൂര്യനാരായണനുമായി പോകുന്ന ലക്ഷ്മിയെയും അതിമാനെയും അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി അതിമാൻ വളരെ വേഗത്തിൽ സൂര്യനാരായണനുമായി അതിർത്തി കടന്ന് തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. തമിഴ്നാട് പോലീസ് അവരെ ചോദ്യം ചെയ്താൽ ആന്ധ്രയിലെ MLA അടക്കം പല പൊളിറ്റീഷ്യൻസ് പ്രതി ചേർക്കപ്പെടും. അതിനാൽ ആന്ധ്രയിൽ വെച്ച് തന്നെ സൂര്യനാരായണനെയും രവിശങ്കറിനെയും കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. തമിഴ്നാട്ടിലേക്ക് സൂര്യനാരായണനെ കൊണ്ടുപോയ കാര്യം DSP അവിടെ പൊളിറ്റീഷ്യൻസിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. സോ സൂര്യനാരായണനെ തിരിച്ചു കിട്ടാനുള്ള മാർഗം അവർ നോക്കും. സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായി അതിമാൻ സൂര്യനാരായണനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഒന്നും തന്നെ തുറന്നു പറയാൻ അവൻ തയ്യാറായില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ സിസ്റ്ററിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ നടത്തിക്കൊള്ളാമെന്നും സൂര്യനാരായണന് ഉറപ്പ് നൽകും. സോ എല്ലാ കാര്യങ്ങളും അതിമാനോട് തുറന്നു പറയാൻ സൂര്യനാരായണൻ തീരുമാനിക്കും. റെക്കോർഡിംഗ് ഓൺ ആക്കിയതിനു ശേഷം MLAയുടെ മകനാണ് കൗൺസിലറിനെ കൊന്നതെന്നും ഇതിൽ DSPക്കും പങ്കുണ്ടെന്നും സന്തോഷത്തോട് ജീവിച്ചിരുന്ന തങ്ങളെ അതിഥികളാക്കുകയായിരുന്നെന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൂര്യനാരായണൻ തുറന്നു പറയുന്നു. തങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞവരെയും കൂടെ നിന്ന് ചതിച്ചവരെയും അവർ കൊല്ലും. എന്നിരുന്നാലും അതിൽ ഒരു ഹരം പിടിച്ച മറ്റുള്ള ആളുകളെയും അവർ കൊല്ലാൻ തുടങ്ങുന്നു. തമിഴ്നാട് DSP സ്റ്റേഷനിലെത്തി സൂര്യനാരായണനെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും ഉടനെ തന്നെ അവനെ ആന്ധ്ര പോലീസിന് കൈമാറണമെന്നും പറയുന്നുണ്ട്. മറ്റാരും ഈ കേസിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ രണ്ടുപേരെയും എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനായിരുന്നു ആന്ധ്ര പോലീസിന്റെ പ്ലാൻ. അങ്ങനെ പൊളിറ്റീഷ്യൻസിന്റെ സഹായത്തോടെ അവർ സൂര്യനാരായണനെയും ആന്ധ്രാപ്രദേശിലെത്തിക്കുന്നു. ഒരു വിജനമായ സ്ഥലത്ത് രണ്ടുപേരെയും എത്തിച്ചതിനു ശേഷം DSPയും ആന്ധ്ര SIയും കൂടി അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തുടങ്ങും. അവരെ കൊല്ലാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി അതിമാൻ വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പെങ്ങളെ സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിച്ചതെന്ന് ഓർത്ത് സൂര്യനാരായണനും ഇമോഷണലായി അതിമാനെ നോക്കുന്നു. പിന്നീട് ഒട്ടും സമയം കൊടുക്കാതെ ആന്ധ്ര പോലീസ് രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആ രണ്ട് ചെറുപ്പക്കാരുടെ ലൈഫ് ഇങ്ങനെയാകാൻ കാരണക്കാർ ഇപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്നു എന്നോർത്ത് ലക്ഷ്മിയും അതിമാനും ഫീൽ ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് ലക്ഷ്മിയുടെ കല്യാണം വിളിക്കാൻ അവൾ അതിമാന്റെ അടുത്തെത്തുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ എന്തായാലും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. സൂര്യനാരായണൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിമാൻ റെക്കോർഡ് ചെയ്തിരുന്നല്ലോ. ആ എവിഡൻസ് ലക്ഷ്മിയെ കാണിച്ച് ഈ തെളിവ് വെച്ച് നമുക്ക് ആ കേസ് റീഓപ്പൺ ചെയ്യാമെന്നും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ മേടിച്ച് നൽകാമെന്നും അതിമാൻ പറയും. അപ്പൊ സാറിന്റെ VRS ക്യാൻസൽ ചെയ്യുമോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് ചായയിൽ മുക്കി പൊക്കുമ്പോൾ അത് അലിഞ്ഞു പോയാൽ VRS ക്യാൻസൽ ചെയ്യില്ല, അല്ലെങ്കിൽ VRS ക്യാൻസൽ ചെയ്ത് ഈ ജോലിയിൽ തന്നെ ഞാൻ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിമാൻ ബിസ്ക്കറ്റ് ചായയിൽ മുക്കുന്നു. എന്നാൽ ബിസ്ക്കറ്റ് അലിഞ്ഞു പോകില്ല. സോ VRS ക്യാൻസൽ ചെയ്ത് അതിമാൻ ജോലിയിൽ തുടരുമെന്നും സൂര്യനാരായണന്റെയും രവിശങ്കറിന്റെയും കുടുംബത്തിന് നീതി ലഭിക്കാൻ പോരാടുമെന്നും കാണിച്ചാണ് ഈ സീരീസ് അവസാനിക്കുന്നത്.